filled with love, laughter, and special tribute. But first, I would like to acknowledge all of you, family and friends, gathered here to make this day extra special. So without no further ado, let's get this celebration started. Woo-hoo! Enjoy the evening, share your stories, and let's make this night to remember. To begin, let me welcome Robbie John Matthew to lead us in prayer. At this time, I also request Appa and the birthday babies to come on the stage. ഈ ഭൂമിയിൽ അതിശയമായിട്ട് നടത്തുകയും പരിപാലനം ചെയ്ത ഈ വലിയ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തോട് നാം വളരെ നന്ദിയോടെ നമുക്ക് ആയിപ്പാന്നൊക്കെ ഇടയാകട്ടെ. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ സന്ധ്യാസമയത്തിനായി തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇവിടുത്തെ മക്കളായ അടിമകൾ കർത്താവേ, ഇവിടുത്തെ പൊന്നുപാദം ആയിരിക്കാനും അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ തക്കണം അടിമകൾ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനാണ് നിങ്ങളുടെ സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഓർക്കുമ്പോൾ കർത്താവെ, കാലാകാലങ്ങളായിട്ട് ദൈവം ഞങ്ങളെ ഒന്ന് സ്നേഹിച്ചു, ഞങ്ങളെ വഴി നിർത്തി അവിടുത്തെ കർത്താവ് എല്ലാവരും ഉപയാലും മനുഷ്യരെല്ലാവരും ഞങ്ങൾ നിറച്ച് ഞങ്ങളെ പരിപാലിച്ചു. നന്ദിയോട് സ്തോത്രം. ഇന്ന് ഞങ്ങൾ കർത്താവ് ജീവിതത്തിൽ നന്ദിയുള്ളവരായിട്ട് ദൈവസ്നേഹരായിപ്പാർക്കണം അവർ ഇടയാക്കി തോന്നുന്നു. നന്ദിയോട് സ്തോത്രം കർത്താവെ. ഒറ്റയാൾ ഈ നിലയിൽ കർത്താവെ ദൈവസ്നേഹരായിപ്പാൻ ഞങ്ങൾക്ക് ഒന്നിച്ചുകൂടി ഞങ്ങൾ ദൈവത്തെ മോഹപ്പെടുത്തുവാൻ നിൽക്കണം. ദൈവം ഞങ്ങൾക്ക് ഒരുക്കുന്ന വലിയ ഭാഗ്യപദവിക്കാവുന്ന സ്തോത്രം കർത്താവെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തരും കർത്താവെ കടന്നു വന്ന് ഈ വലിയ ദൈവത്തെ ഇവിടെ നിന്ന് ഉയർത്തുവാൻ നിൽക്കണം. ദൈവം ഞങ്ങൾക്ക് അവസരത്തെ ഒരുക്കുന്ന നന്ദിയോട് സ്തോത്രം. കർത്താവെ, പ്രിയ ജോലികളും അവന് ആന്റിക്കും കർത്താവെ ഈ പ്രദേശത്തെ കടന്നു വരുവാൻ നിൽക്കണം. സമുദ്ര ദൈവം അവിടെ കൃപ ചെയ്തോർന്നതയോടെ സ്തോത്രം ചെയ്ത് കർത്താവെ ക്ഷേമമായ യാതൊരു കൊടുത്ത് കർത്താവെ സന്തോഷം സമാധാനത്തോടെ കർത്താവെ ഇവിടെ വന്ന് കർത്താവെ കുഞ്ഞുങ്ങളോട് ഒന്നിച്ച് സന്തോഷിപ്പാൻ നിൽക്കണം. സഹോദര ദൈവം അനുവദിച്ച് ഓർന്നതയോടെ സ്തോത്രം. കർത്താവെ എത്രയോ ഭാഗ്യകരമായ അവസ്ഥ കർത്താവെ ശ്രീമാൻ നൽകി കൊടുത്തോ നന്ദിയോടെ സ്തോത്രം. എന്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് കഴിഞ്ഞാളുകൾ കൂടെ ഈ കുഞ്ഞുങ്ങളെ കർത്താവ് നല്ല മാതാവെ ഓരോരുത്തരെയും ഒന്ന് സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ ഉണ്ടാക്കിയ വലിയ സ്തോത്രം. ദിവസം ആവശ്യമായ എല്ലാ സത്യബന്ധങ്ങളും നൽകുന്നത് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആവശ്യപാരങ്ങളിരിക്കുന്ന ഓർക്കുന്ന കർത്താവ് സഹായിക്കുന്നേ. ലോകത്തിൽ കഴിയുന്നവരോട് കർത്താവെ നല്ലപരമായി നൽകി കൊടുത്തെന്ന് സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആനപ്പിള്ള കടന്നോട്ട് കർത്താവെ മക്കൾക്ക് ആശ്വാസം കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളെ എല്ലാവരും കാര്യങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. കുറവുകളൊക്കെ ക്ഷമിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം ശ്രേഷ്ഠമായ നാമത്തിൽ തന്നെ ആമേൻ. സകലം നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു വചനത്തിൽ അടിസ്ഥാനമാക്കി ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ പ്രാർത്ഥനാപരമായ ഈ നിമിഷത്തിന് വേണ്ടി ഞങ്ങൾക്ക് സമർപ്പിച്ച അച്ഛനെ താങ്ക് യു പറയുന്നു. കൊച്ചുകുണ്ടൽ മത്തായിയുടെയും കുഞ്ഞമ്മ മത്തായിയുടെയും മകനായി PM യോഹന്നാൻ ജനിച്ചു. ഏത് ദിവസം ഒന്നും പറയാൻ എനിക്കറിയില്ല, അതുകൊണ്ട് സമയം ഏകദേശം ഈ ഒരു കാലാവസ്ഥയെന്ന് വിചാരിക്കാം. അങ്ങനെ അവരുടെ പ്രിയ പുത്രനായി കൊച്ചുകുണ്ടൽ കുടുംബത്തിലേക്ക് എൻ്റെ അപ്പ ജനിച്ചു വീണു. അതിനുശേഷം ഈ നീണ്ട 80 വർഷം ആ ഒരു വർഷത്തിന്റെ ഒരു റീക്യാപ്പ് ആണ് നമ്മളുടെ റീക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. പപ്പയുടെ കുട്ടിക്കാലം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു എങ്ങനെ പ്രസന്റ് ചെയ്യണം. അപ്പൊ ഓരോരോ ഡെക്കേഡ്സ് ആയിട്ട് നമ്മൾ നോക്കിയാലും 0 to 10, 10 to 20 നോക്കിയാലും പപ്പയുടെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടത്തില് പപ്പയുടെ അമ്മയുടെ വീട്ടിലാണ് നിന്ന് വളർന്നത്. അതായത് തുവയ്യൂർ നിന്നാണ് വളർന്നത്. പപ്പ പറയുന്നത് പപ്പയ്ക്കാണ് നെറുക്ക് വീണത് എന്നാണ്. ലക്കി ഡ്രോ വീണത് പപ്പയ്ക്കാണെന്നാണ് പറയുന്നത്. അവര് എത്ര 9 പിള്ളേരില്ലേ? 9 പിള്ളേരില് പപ്പ 6ാമത്തെ ആളാണ്. അപ്പൊ 6ാമത്തെ പുത്രനാണ് നെറുക്ക് വീണത് അമ്മച്ചിയുടെ വീട്ടില് നിന്ന് വളരാനായിട്ടും. അവിടെ ഇപ്പൊ പറക്കോട് അല്ലെങ്കിൽ കൊച്ചുകൊണ്ടു നോക്കുമ്പോഴത്തേക്ക് 9 പിള്ളേരില്ലേ? അപ്പൊ അമ്മച്ചിക്ക് ഹെൽപ്പായിട്ട് പപ്പയാണ് തുവയ്യൂരിലേക്ക് വിട്ടത്. അപ്പൊ അവിടെ നിന്നാണ് പപ്പയുടെ എലിമെന്ററി സ്കൂൾസ് ഒക്കെ പഠിച്ചത്. അവിടെ പപ്പ ഷെയർ ചെയ്ത മെമ്മറി എന്ന് പറഞ്ഞാല് പപ്പയുടെ അങ്കിൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അത്രേ.
അപ്പോൾ എന്നും മസ്റ്റായിട്ട് സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിലെ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് പുല്ലൊക്കെ അറുത്ത് പശുവിനൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി കറക്റ്റ് ഷാർപ്പ് 6 മണിയാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് റെഡി ആയിരിക്കണം. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെയ്ത് നല്ലൊരു സ്ട്രക്ചേർഡ് ലൈഫ് ആയിരുന്നു പപ്പയ്ക്ക് കൊച്ചിലെ കിട്ടിയതെന്നാണ് പപ്പ എന്നോട് ഷെയർ ചെയ്തത്. അത് കഴിഞ്ഞ് ഏകദേശം ഇച്ചിരി ഒരു പരുവൊക്കെ ആയപ്പോൾ എന്നാ തിരിച്ച് പപ്പയുടെ വീട്ടിലേക്ക് പറക്കോട്ടേക്ക് തിരിച്ചു വിട്ടു. അവിടെ പപ്പയുടെ എലിമെന്ററി പറക്കോട് എലിമെന്ററി സ്കൂൾ അല്ലേ. അപ്പൊ ഞങ്ങൾ അവിടെ എലിമെന്ററി സ്കൂൾ എന്നാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എലിമെന്ററി സ്കൂളായിട്ട് ഇരിക്കാം. പറക്കോട് എലിമെന്ററി സ്കൂളിൽ പപ്പയുടെ 1st 2nd 3rd ഗ്രേഡ് ഒക്കെ പഠിച്ച് വീണ്ടും നമ്മള് പരുത്തപ്പാറ സ്കൂളിലേക്ക് പപ്പ ട്രാൻസ്ഫർ ചെയ്തു. അവിടെ പരുത്തപ്പാറ ക്ലോസ് ടു പറക്കോടാണ്. പ്രീ സ്കൂൾ ഓക്കെ, മിഡിൽ സ്കൂൾ ഓക്കെ. താങ്ക് യു. അപ്പം പരുത്തപ്പാറ മിഡിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നീട് പപ്പ തിരിച്ച് പറക്കോട്ട് PGM-ല് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് നമ്മുടെ പത്തനാപുരത്ത് സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പപ്പ കോളേജിലേക്ക് ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞ് പപ്പയുടെ പ്രൊഫഷണൽ ലൈഫും ബാക്കി ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടും ഞാൻ പപ്പയെ തന്നെ ഒന്ന് വിളിക്കുവാണ്. പപ്പയുടെ ഒരു ചെറിയ ജീവിതത്തിന്റെ ഒരു ഏട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. സോ കീപ് ഇൻ മൈൻഡ് ഞാൻ ജനിച്ചിട്ടുണ്ട്. അത് വരെ മതി. അത് കഴിഞ്ഞ ബ്രേക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ അതുവരെ. അപ്പൊ ഒന്നുകൂടെ ഇൻ ബിറ്റ്വീൻ ഈ ഞാൻ ജനിക്കുന്ന സമയം വരെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ ശരിയായിട്ടൊന്ന് തരപ്പെടുത്തി 1980 എന്റെ അമ്മയെ കല്യാണം കഴിച്ചു. ഓമന ജോയ് അല്ലെങ്കിൽ ശോശമ്മ ഇപ്പൊ കരയിച്ചു കൊടുക്കും. അങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങി. അതിന് തൊട്ട് പുറകാലെ ആദ്യപുത്രൻ പ്രിൻസ് PY ജനിച്ചു. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജനിച്ചു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം അങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പൊ പപ്പയുടെ ഒരു ചെറിയ ജീവിതത്തിന്റെ ഒരു ഏട് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ പപ്പയെ വെൽക്കം ചെയ്യുന്നു. അമ്മ അവിടെ ഇതൊക്കെ കൊടുക്കുന്നു. അത് പറയണം, ഇത് പറയണം, അത് പറയല്ലേ. പുതിയ ആൾക്കാരൊക്കെ പിന്നെ വരും. ഇത് ഇപ്പൊ നമ്മള് പപ്പയുടെ ആസാം ജീവിതം അങ്ങനെയുള്ള അതൊക്കെ ഇമ്പോർട്ടന്റ് ചെയ്ത് അത് അമ്മയ്ക്കുള്ളതായിരിക്കും. 2 മിനിറ്റ് ഇവിടെ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഞങ്ങളുടെ സ്നേഹവും കരുണയും വാത്സല്യവും പ്രകടിപ്പിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാല് ഞാൻ പഠിത്തത്തിന് ശേഷം ജോലി അന്വേഷിച്ച് ഞാൻ കോളേജിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ചാമ്പ്യനായിരുന്നു. അവിടെ വളരെയേറെ പൊസിഷൻ കോളേജിൽ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വടക്കേണ്ടിയിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് തുടർന്ന് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വടക്കേണ്ടിയിലെ ജോലിക്കായിട്ട് പോയി. ആസാം നാഗാലാൻഡില് ഒരു തൊഴിലന്വേഷിച്ചു പോയി. അവിടെ ചെന്ന് പല ഇന്റർവ്യൂ എഴുതി. അതിലൊക്കെ ഫസ്റ്റ് കിട്ടി. പക്ഷേ പോലീസിൽ ആദ്യമായിട്ട് കിട്ടുന്നത് സെലക്ഷൻ SI ആയിട്ടാണ്. അന്നേരം കൊല്ലത്ത് ഉണ്ടായിരുന്ന ഒരു SP ആണ് അന്ന് അവിടുത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഞാൻ കൊല്ലക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി എനിക്ക് ആ പോസ്റ്റ് തന്നു. പക്ഷേ പിറ്റേന്നാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടത്. അന്ന് വൈകുന്നേരം 4 മണിയായപ്പോ ഗവൺമെന്റ് ഓർഡർ വന്നിരിക്കുന്നു, ലോക്കൽസിനെ അല്ലാതെ മറ്റാരെയും തന്നെ SI മോഡലിൽ മേപ്പെട്ടുള്ള ഒരു പോസ്റ്റ് എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ ധാരാളം ജോലിയിലൊക്കെ അപ്ലൈ ചെയ്തു. എല്ലാം മെച്ചമായിട്ട് ഒന്നാമതൊക്കെ വന്നു. പക്ഷേ ഈ ഒരു ഓർഡർ ഉള്ളതുകൊണ്ട് ജോലി കിട്ടാൻ സാധ്യം ആയില്ല. പിന്നെ ഞാനൊരു സ്റ്റാർ ഹോട്ടലിലെ റെസ്യൂഷനായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. അത് വളരെ ഭംഗിയായി നിർവഹിച്ചു. അതുകൊണ്ട് അതിന്റെ പ്രൊപ്പറേറ്റേഴ്സിനൊക്കെ എന്നോട് വളരെ സ്നേഹമായിരുന്നു. കാര്യം അന്ന് മദ്യം കഴിക്കത്തില്ല, വലിക്കത്തില്ല, ദുഷ്ഭാവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് KSRTC ജോലിക്ക് വേണ്ടി പേപ്പർ വരുന്നു. അങ്ങനെ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചപ്പോൾ അവർക്ക് വളരെ പ്രയാസമായിരുന്നു. എന്നോട് പറഞ്ഞു, എന്തിന് ഈ പണിക്ക് പോകുന്നു, ഇത് പോരെ എന്ന് പറഞ്ഞു. അത്രയും സ്റ്റാൻഡേർഡ് ജോലിയാണ് അന്നത്തെ സ്റ്റാർ ഹോട്ടലിലെ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതും ഞാൻ കളഞ്ഞിട്ട് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കേരളത്തിൽ വന്നു. അങ്ങനെ എഴുതി ജോലി കിട്ടി. അങ്ങനെ ആ ജോലി തുറന്നു പോകുമ്പോഴാണ് ജോലി കിട്ടുന്നതിന് മുമ്പ് എനിക്ക് ആദ്യത്തെ ടെസ്റ്റ് എഴുതാൻ പറ്റിയില്ല. കാരണം അത് അന്ന് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം കുറെ നാൾ സമയം കിട്ടിയപ്പോൾ ഞാൻ ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടു. സോപ്പ് ബിസിനസ് ആണ്. അന്ന് കേരളത്തിലെ വളരെ പ്രയാസപ്പെട്ട ഈ നിൽക്കുന്ന സോപ്പുകൾ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. വർക്കല ശ്രീദേവി സോപ്പ് വർക്ക്സ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ നാഴികക്കല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
അത് ആയിട്ട് വാഹനത്തെ സോപ്പ് വരും, ഞാനത് സെയിൽസ് ചെയ്യണം, എന്നിട്ട് വൈകിട്ട് പൈസ കൊടുത്തേക്കണം, റെഡി പൈസയാണ്, അന്നൊന്നും കുഴപ്പമില്ല. അങ്ങനെ സാമ്പത്തികമായിട്ട് പടിപടിയായിട്ട് ഉയർന്നു വന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു 2 വർഷത്തോളം അങ്ങനെ കഴിഞ്ഞു. അപ്പോ എനിക്ക് ഗവൺമെന്റ് വീണ്ടും ഇതിനെ ടെസ്റ്റിന് വിളിച്ചു. എഴുതി പാസ്സായി. ഞാൻ കണ്ടക്ടറായിട്ട് എനിക്ക് റിട്ടേൺ ടെസ്റ്റ്, ഓറല്, ഫിസിക്കല് ഇതെല്ലാം പാസ്സായി. ഞാൻ കണ്ടക്ടറായിട്ട് ജോയിൻ ചെയ്തു പുനലൂർ. ഏതാണ്ട് പുനലൂർ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്ത വ്യക്തിയാണ് ഞാൻ. ക്യാഷ് അവാർഡും ഗുഡ് സർവീസും ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ മാന്യമായിട്ട് ഒരു മനുഷ്യന് ഗുണപ്രദമാകുന്ന രീതിയിലും, പിന്നെ എന്തായാലും കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കാൻ ആളാ പലരും ധരിച്ചു വെച്ചിരിക്കുന്ന അല്ല. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ കണ്ടക്ട് ദ ബസ്, എല്ലാം അതിലെ ഉൾക്കൊള്ളും. അങ്ങനത്തെ ഒരാളായിരിക്കണം. പക്ഷെ ഏറ്റവും മര്യാദയായിട്ട് ജനങ്ങളോട് പെരുമാറണം. അങ്ങനെ പെരുമാറിയതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ക്യാഷ് അവാർഡും ഗുഡ് സർവീസും കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ നമ്മുടെ ബിസിനസ് ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരുന്നു. 80 കാലഘട്ടമായപ്പോഴത്തെ എനിക്ക് വിവാഹകാലോചന എന്റെ സുഹൃത്ത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആ മൂവനെയാണ് എന്റെ ഭാര്യയുമായിട്ട് ഇങ്ങനെ ബന്ധം വിടാനുള്ള ഒരു ഇടപാടായത്. അപ്പം എന്റെ ഫാദറില് വളരെ അധ്വാനിയായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലസൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, മോനെ എന്റെ മോൾക്ക് വേണ്ടി ഒരു പയ്യനെ നിങ്ങളുടെ കൂടെ വല്ലതും കിട്ടുമോ? അങ്ങനെ എന്റെ സുഹൃത്ത് പറഞ്ഞു, ഇയാൾക്ക് വേണ്ടി എന്റെ അടുത്തൊരു നല്ല ഒരു പാർട്ടിയാണ്, ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാന് ശരി ആട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തെ എന്റെ പിതാവൊക്കെ അതിന് മുമ്പേ മരിച്ചുപോയി. അങ്ങനെ ആ സമയത്ത് ഞാൻ പോയി കണ്ടു. അവരുടെ ഇടപെടൽ കൊണ്ട് എനിക്ക് താല്പര്യപ്പെട്ടു. ഞാൻ അങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചു. 80 ഞങ്ങളുടെ കല്യാണം ഭംഗിയായി നടത്തി. ഒന്നേ കണ്ടുള്ളതല്ല, പലരും കണ്ടു. പക്ഷെ എനിക്ക് കുറെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഏറെക്കുറെ ഒത്തു വന്നപ്പോൾ ഞാൻ തന്നത് പൊളിയിൽ നടന്നു. ഏറ്റവും കൂടുതൽ കൊല്ലൂർ എനിക്ക് ഇപ്പോൾ ഇരിക്കാൻ കാരണം എന്റെ പ്രവൃത്തി കൊണ്ടും എന്റെ സ്വഭാവം കൊണ്ടും ആണെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഇരിക്കുന്നവർക്ക് വളരെ തീർച്ചയായിട്ടും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ചുരുക്കാം. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ആദ്യമായിട്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട മോൻ ജന്മം തന്നു. അങ്ങനെ ഞാന് അപ്പോഴത്തെ എനിക്ക് മക്കളെയൊക്കെ നല്ല നിലയിലാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നു. അങ്ങനെ ഒരു കാര്യത്തില് മോനെ പഠിക്കാൻ ബഹുമിടുക്കനായിരുന്നു. അവരുടെ സ്കൂളിലെ ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവനെ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഒരു 4-5 വർഷത്തോളായിട്ട് മകള് ജനിച്ചു. അവിടെ ഇതുപോലെ തന്നെ സ്കൂളിലും എല്ലാ ആക്ടിവിറ്റീസിലും മുൻപന്തി നിന്നിരുന്ന മക്കളാണ്. അങ്ങനെ എനിക്ക് വലിയൊരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. മറ്റുള്ള എല്ലാവരെയും ഒഴിച്ച് അങ്ങനെ ഒരു വലിയ ഭാഗ്യം തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞങ്ങള് 1995 വീണ്ടും ഒരു സ്ഥാപനം തുടങ്ങി. അത് എന്റെ വയസ്സിന്റെ പേരിലായിരുന്നു. അത് നല്ല രീതിയിൽ നടന്നു. 10-16 വർഷം നടന്നു. സാമ്പത്തികമായിട്ടൊക്കെ നല്ല മെച്ചത്തിലായി. അപ്പോ ഞങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. ആരെയും സഹായിക്കാൻ ശ്രമിച്ചു. അങ്ങനെ കയ്യിലുള്ള സ്വത്ത് നമ്മൾക്ക് മാത്രമല്ലല്ലോ മറ്റു പലർക്കും കൂടെ പ്രയോജനപ്പെടുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പലർക്കും ഈ പൈസ കടമായി കൊടുത്തു. അതിൽ ഒരുപാട് ആഴ്ചകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഏതാണ്ട് കോടിക്കപ്പുറം അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടിയിട്ടില്ല ഇതുവരെ. എങ്കിൽ പോലും ദൈവം എന്നെ നടത്തി. എന്റെ മകന് നല്ല രീതിയിൽ ജോലിയായി. മകൾ അതുപോലെ തന്നെ. മകളെ ഒക്കെ നല്ല രീതിയിലാണ് ഞാൻ കല്യാണം കഴിച്ച് അയച്ചത്. അവളും അവിടെ ചെന്ന് പഠിച്ചു MBBS കഴിഞ്ഞു. അവിടെ പോയി അവക്ക് അമേരിക്കയിലെ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. മകള് അമേരിക്കയിലെ എപ്പിഡിമിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ് വർക്ക് ചെയ്യുന്നത്. മകന് എഞ്ചിനീയറാണ്. അവിടെ ഇപ്പോൾ ഗവൺമെന്റില് ഇപ്പോൾ ഒരു ജോലി, നല്ലൊരു ജോലിയിൽ അയാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് 2 കുഞ്ഞുങ്ങള്. ഇവർക്ക് ഒരാണും ഒരു പെണ്ണും, മറ്റവർക്ക് 2 പെൺകുട്ടികളാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. മകൻ പറഞ്ഞു 80ാമത്തെ ജന്മദിവസം റിക്കാർഡിക്കലായിട്ട് 80 വരും. പക്ഷെ ഇത്തിരി അല്പം കുറവാണ് വയസ്സെങ്കിലും. അത് അങ്ങനെ റിക്കാർഡിൽ വന്നുപോയി. അതുകൊണ്ട് അപ്പൊ മകൻ പറഞ്ഞു ഇവിടെ വരണം, ഇത് ആഘോഷിക്കണം. ഞാൻ പറഞ്ഞു മോണ്ട, എന്റെ മൂത്ത മകൻ കൊച്ചുമകന്റെ ആ ജന്മദിവസവും ഇത് ഫെബ്രുവരി 10-ഉം എന്റെ 2-ഉമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഒക്കത്തില്ല. കൊച്ചുമോൻ പറഞ്ഞു അപ്പൊ പന്തേലേ ഒക്കത്തുള്ളൂ, നിർബന്ധമാണ്. അപ്പൊ എനിക്ക് മോൻ പറയുമ്പോ അത് മാറ്റി പറയാൻ ഒരു പ്രയാസമുണ്ട്. അങ്ങനെയാണ് ഞാൻ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി വരാം. അങ്ങനെ 10 ആണ് ഈ പരിപാടി ഇവിടെ നടത്താൻ ഇടയായത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും
ഇതിന് വളരെ വന്നതിലും ഞങ്ങൾ സഹകരിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ മകന്റെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും സംബന്ധിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് കരുതി. അപ്പോൾ ഇവിടെ ഇപ്പൊ അതുപോലെ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ദൈവം കൃപ ചെയ്യട്ടെ. തുടർന്നും എല്ലാവരെയും ഒന്നിച്ച് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാൻ തക്കവണ്ണം ദൈവം പരമകാരുണ്യനായ ദൈവം ഇടയാകട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനി നീട്ടുന്നില്ല, നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും വന്നതിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ നിർത്തുന്നു. എന്റെ പരിപാടിയെല്ലാം കുറച്ച് വരുന്നു. താങ്ക് യു സോ മച്ച്. പപ്പ ഷെയർ ചെയ്തതുപോലെ എനിക്കും അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചിക്കും വെച്ചിക്കും ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്ന വിഷയം ഈസ് ലൈക്ക് എ ഫീനിക്സ് പക്ഷി ഫീനിക്സ് ബേർഡ്. ഏത് ഒരു ആഷസിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പറന്നു വരും. ദാറ്റ് ഈസ് ദ മോട്ടോ ദാറ്റ് വി ഓൾ ടേക്ക് ഫ്രം ഹിം. ഞങ്ങളുടെ ഇൻസ്പിറേഷൻ ആയിട്ടും ഞങ്ങളുടെ മോഡലായിട്ട് ഞങ്ങൾ അതാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അച്ഛനും എനിക്കും എല്ലാം ഒരുപാട് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് വരാറുണ്ട്. വെദർ ഇറ്റ്സ് എ കരിയർ, വെദർ ഇറ്റ്സ് എഡ്യൂക്കേഷൻ, അവർ ഫാമിലി. പക്ഷേ ഇത് പപ്പയുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചൊരു പാഠം, അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പാഠം. It's okay, let it come, let the challenges come, let it come, any difficulties, any hardship, let it come, okay? But we need the courage and strength to fight it or to overcome it. അതിനൊക്കെ പറന്നുയരാനുള്ള ഒരു ഊർജം. അതാണ് പപ്പയുടെ ജീവിതം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സ്വത്തോ മുതലോ ഒന്നുമല്ല. അത് നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അസറ്റ്. പക്ഷെ അതിലുപരി എന്ത് ചാലഞ്ച് വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള ആ വിൽ പവർ, ആ ഒരു ലൈഫ് മോട്ടോ പപ്പ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് താങ്ക് യു സോ മച്ച്. വിൽ ട്രൈ അവർ ബെസ്റ്റ്. ഞങ്ങളുടെ അന്ത്യശ്വാസം വരെയും ആ മോട്ടോയിൽ ജീവിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു പപ്പ. സോ അപ്പ് നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത പ്രോഗ്രാം ഞാൻ എൻ്റെ കൊച്ചു പിള്ളേരെ വിളിക്കുകയാണ്. ആഞ്ചലീന ആൻഡ് കാരോലീന. ഇത് അവരും അവരുടെ അപ്പച്ചൻ, എൻ്റെ ഹസ്ബൻഡ് വിപിന്റെ ഫാദറും കൊച്ചുമക്കളും കൂടെ പഠിച്ച പാട്ടാണ്. ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ? Sandra വെക്കാം. Yes.
छुआ जख्मों को मेरे, मरहम मरहम दिल पे लगा। पागल पागल है थोड़े बादल, बादल है दोनों खुल के, बरसे भी गया जरा। पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा। तूने छुआ जख्मों को मेरे, मरहम मरहम दिल पे लगा। ओ ओ ओ गलत क्या सही क्या मुझे ना बताए, तुम्हें पर बताओ बता देना। मैं अरसे खुद से जरा लापता हूँ, तुम्हें अगर मिलो तो बता देना। कौन ना जाना मुझे देखते देखते, तू ही दरिया तू ही मंजिल है या के दिल है, इतना बता। तूने छुआ जख्म को मेरे, मरहम मरहम दिल पे लगा। पागल पागल है थोड़े बादल, पागल है दोनों खुल के, बरसे भी गया जरा। पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा। तूने छुआ जख्म को मेरे, मरहम मरहम दिल पे लगा। ओ ओ ओ ओ Come on, guys, give them a big, big, big. എൺപതാം ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ ജോയി കൊച്ചുതുണ്ടലിന് എൻ്റെ എല്ലാവിധമായ ജന്മദിനാശംസകളും കർത്താവിൻ്റെ നാമത്തിൽ നേർന്നു. ഹാപ്പി ബർത്ത്ഡേ അച്ചായ ജോസ് പുഞ്ചകോണ ഇളമാട്. എല്ലാവിധ ആശംസകളും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ, ഹാപ്പി 80th ബർത്ത്ഡേ ജോയിച്ച. വിഷ് യു മെനി മോർ ഹാപ്പി ബർത്ത്ഡേസ്. ഒരു സെഞ്ചുറി തന്നെ അടിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ജോയിച്ചതിനെ കണ്ട 80 വയസ്സൊന്നും ആരും പറയില്ല കേട്ടോ. യു ലുക്ക് ക്വൈറ്റ് യങ് ഫോർ യുവർ ഏജ്. പ്രാർത്ഥനയോടെ ആശംസകളോടെ. ലവ് യു. ചോദിച്ചാ ഹാപ്പി ബർത്ത്ഡേ. ഇതുപോലെ നല്ല ആരോഗ്യം, സൗഖ്യമായിട്ട് ഇതുപോലെ മുൻപോട്ട് നിലനിൽക്കുക. നമുക്ക് ഇനിയും 90, 100 ഒക്കെ ആഘോഷിക്കണം. ഓക്കെ. Happy birthday, uncle. Many, many more to come. And God bless you. Hi, Ulipa. Wish a happy 80th birthday. May God bless you. Hello, happy 80th birthday, Appa. Throughout the life, നല്ല ഹാപ്പി, എനർജറ്റിക്, വൈബ്രന്റ് ആയിട്ടിരിക്കാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം അപ്പയ്ക്ക് വൺസ് അഗെയിൻ എ വെരി ബ്യൂട്ടിഫുൾ ഹാപ്പി 80th birthday. ഹാപ്പി ബർത്ത്ഡേ ഈയപ്പ. 80ാം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈയപ്പയ്ക്ക് എല്ലാവിധ സന്തോഷവും ആരോഗ്യവും അനുഗ്രഹവും ഇനിയുള്ള വർഷങ്ങളും ഉണ്ടാവട്ടെ. വിഷിംഗ് യു എ ഗ്രേറ്റ് ഡേ. ഹാപ്പി ബർത്ത്ഡേ. 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന ജോയിച്ചാന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Happy birthday, Appa. Happy birthday, Joy Pacha. Happy birthday.
അപ്പച്ചനെ ഞാൻ എപ്പോൾ കണ്ടാലും അപ്പച്ചൻ ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര എൻകറേജിങ്ങാ. അപ്പച്ചന്റെ ജീവിതം തന്നെ നമ്മൾ വന്ന ജനറേഷൻസ് എല്ലാം ഒരു മോഡലാ. അതുകൊണ്ട് അപ്പച്ച, താങ്ക് യു ഫോർ എവറിഥിങ്, ഫോർ ടീച്ചിങ് us, ഫോർ മോഡലിംഗ് ഫോർ us. We are so proud of you. Happy 80th birthday. This is huge. ഇനിയും ഇതുപോലെ അപ്പച്ചന് കുറെ വർഷങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. Happy birthday, Apacha. I know we haven't had the chance to meet yet, but Lord willing, Rufus and I will get to come to India very soon and to meet you and spend time with family. May the Lord bless your new year. ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പച്ച. Bye. ഹാപ്പി ബർത്ത്ഡേ ജോയങ്കൾ. വീണ്ടും വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. Happy birthday, Joy Uncle. Many returns of the day. May God bless you, Uncle. Love you. Many happy returns of the day, Papa Uncle. Uncle, happy birthday. Many happy returns of the day, Joy Uncle. Many happy returns of the day, Papa Uncle. God bless you. Happy birthday, Uncle. Happy birthday, Joy Pacha. Koham share. Kuchapo, happy birthday. Love you. Wish you a happy birthday, Joya Pacha. Happy birthday, Kuchapa. Happy birthday, Joya Pacha. Happy birthday. Happy birthday, Elia. May God bless you. Hello. Happy birthday, Joy Elia. ഹാപ്പി ബർത്ത്ഡേ ജോലിയ. Many happy returns of the day. ദുബൈയിൽ നിന്ന് അളിയന്റെ അഞ്ചാമൻ ഓമന അളിയനും നാത്തൂനും. അളിയ, എനിക്ക് അളിയനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ വിളക്കുവാറ വന്നപ്പോൾ മുതൽ എനിക്ക് അളിയന് ഒരു ബ്രദർ ഇൻ ലോ ആയിട്ടല്ല, ഓൾവേസ് ഐ ഫീൽ ലൈക്ക് എ ബ്രദർ, എ ബിഗ് ബ്രദർ ആയിട്ടാണ് എനിക്ക് എന്നും. അളിയനും അതുപോലെ തന്നെ ചേച്ചി, ഒരു നാത്തൂനേക്കാൾ ഉപരിയായിട്ടൊരു ചേച്ചിയായിട്ടാണ് എനിക്ക് എന്നും ഫീൽ ചെയ്തിട്ടുള്ളത്. വി റിയലി ലവ് യു എ ലോട്ട് അളിയ, എ ലോട്ട് വി ലവ് യു. എല്ലാവിധ അനുഗ്രഹങ്ങളും അടിച്ചു പൊളിക്ക് ചേച്ചി. നിങ്ങൾ പിന്നെ അടിച്ചു പൊളിക്കുക. ഞങ്ങൾക്ക് വരാൻ പറ്റത്തിലുള്ള വിഷമമുണ്ട്. മാളുമോളും ഫാമിലി എല്ലാം കൂടെ 6-ാം തീയതി വരുന്നു. അവരൊരു 20 ദിവസം കാണും. അതുകൊണ്ടാണ് ഞങ്ങൾ വരാഞ്ഞത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊരു ബസ്സൊക്കെ പിടിച്ച് അവിടെ എത്തിയതായിരുന്നു. എന്നാലും ഹാപ്പി ബർത്ത്ഡേ, എൻജോയ് ചെയ്യുക കളിയ. ഓക്കെ, നമുക്ക് കാണാം. ബൈ. ഹാപ്പി ബർത്ത്ഡേ ജോയ് പച്ച. ഞങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റാൻ ഞാൻ സങ്കടമുണ്ട്. എന്നാലും നമുക്ക് അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ അടിച്ചു പൊളിക്കണം. ഐ ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ 80th ബർത്ത്ഡേ ആൻഡ് വി ലവ് യു. ഹായ് ജോയങ്ങളെ, ഹാപ്പി ബർത്ത്ഡേ. 80ാമത്തെ ബർത്ത്ഡേ മക്കളോടും മരുമക്കളോടും എല്ലാവരും കൂടെ ആഘോഷിക്കാൻ ദൈവം അവസരം തന്നു. അതിന് ദൈവത്തിന് സ്തുതി. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ ജോയങ്ങളെ, വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണത്. 80ാം പിറന്നാൾ ആഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഇനിയും ആയിരാരോഗ്യ സൗഖ്യത്തോടു കൂടി അനേകകാലം ഞങ്ങളോടൊത്ത് ജീവിച്ചിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും 80ാം പിറന്നാളിന്. Happy birthday to you, Canada. Happy birthday, Joy Pacha. Hope you have a wonderful year ahead and God bless you. Happy birthday, Joy Pacha. May God bless you and hope you have a wonderful year ahead. 80ാം ജന്മദിനം ആഘോഷിക്കുന്ന നിങ്ങളുടെ എത്രയും പ്രിയപ്പെട്ട ജോയികളിൽ എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. ദൈവായുസ്സും ആരോഗ്യവും നിന്ന് ഞങ്ങളുടെ ജോലി എങ്ങനെ കാത്തു പരിപാലിക്കട്ടെ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. സത്യത ആഘോഷിക്കുന്ന കുച്ചുവയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഡാഡി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളായിരിക്കും ഡാഡി. ജോലി കാണും അല്ലേ. ഹാപ്പി 80th ബർത്ത്ഡേ. ഇവിടെ വന്നേ, ഒന്ന് പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ. ആരത് ഹാപ്പി ബർത്ത്ഡേ പറയൂ. ഹാപ്പി ബർത്ത്ഡേ കൊച്ചു. ബൈ. ഞങ്ങളുടെ പ്രിയങ്കരനായ ജോയ് അങ്കിളിന് 80ാം ജന്മദിനമാണ് എന്നറിയുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഞാൻ അതിശയിക്കുകയാണ്, ഈ 80 വയസ്സായോ എൻ്റെ ജോയ് അങ്കിളിന് എന്ന് ഞാൻ അതിശയിക്കുകയാണ്. അത്രമാത്രം ചുറുചുറുക്കോടുകൂടി ഒരു 25-കാരൻ്റെ പ്രസരിപ്പോടുകൂടി എല്ലാം തന്നെത്താനെ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സോടുകൂടി ചെയ്യാൻ കഴിയുന്നത് എൻ്റെ അങ്കിളിന് മാത്രമാണ് എന്നാണ്, എൻ്റെ കുടുംബത്തിൽ ഈ അങ്കിളിന് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രായം തോന്നുന്ന ഒരു പ്രവൃത്തിയും അങ്കിളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല.
വളരെ ചുറുചുറുക്കോടെ. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും എല്ലാം ഈ പ്രായത്തെ കവിഞ്ഞുള്ള ഒരു ചുറുചുറുക്ക് അത് അങ്കിളിന് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്കിളിൻ്റെ ഈ 80ാം ജന്മദിനത്തിന് ഒരായിരം ആശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഇതുപോലെ ഒരു 100 വർഷക്കാലം അതിലെ ഏറെ ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ അവസരം കൊടുക്കട്ടെ. അത് കണ്ട് ഞങ്ങൾ സന്തോഷിക്കാൻ അവസരം കിട്ടട്ടെ. കാരണം ഞങ്ങളുടെ അങ്കിളുമാരിൽ എപ്പോഴും വളരെ ഒരു പടി മുന്നിൽ നിന്ന് കുടുംബാംഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജോയി അങ്കിള്. ഇങ്ങനെ ബഹ്റിനിൽ വെച്ചിങ്ങനെ ഈ ജന്മദിനം ആഘോഷിക്കുന്നതിൽ എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വിഷമമുണ്ട്. പിന്നെ നമ്മുടെ അനന്തരവന്മാരും അനന്തരത്തിമാരും ബന്ധുക്കളും അളിയന്മാരും അവരുടെ കുടുംബവും അവരുടെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള 3, 4, 5, 10, 20, 50 കുടുംബം ഇങ്ങനെ ഇരുന്ന് ആശംസ കൊടുക്കുമ്പോൾ അതിൽ പരം എന്ത് വേണം അങ്കിളിന്. ഒരിക്കൽ കൂടി എല്ലാ ജന്മദിന ആശംസകൾ നേരുന്നു. ദൈവം ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. Happy birthday, uncle. Always stay blessed. ഓം ശതു ജീവശരതു വർത്തമാന ശതം ഹേമന്താൽ ശതവു വസന്താൽ ശതം ഇന്ദ്രാഗ്നി സവിതാം ബൃഹസ്പതി ശതായുഷ ഹവിശേഷം പുനരതു. സർവവിധ ഐശ്വര്യത്തോടുകൂടി 100 വസന്തകാലവും 100 വേനൽക്കാലവും 100 ശരത്കാലവും പിന്നിട്ട് 100 വയസ്സുവരെ ദീർഘായുസോടുകൂടി ജീവിക്കുമാറാകട്ടെ. ജോയി അങ്കിളിന് എൻ്റെ ജന്മദിന ആശംസകൾ. സ്നേഹപൂർവ്വം റജി. ഹലോ ചോദിച്ച, വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം അച്ഛനെ എപ്പോഴും ആയുസ്സും ആരോഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ടേക്ക് കെയർ. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ച. ഹാപ്പി ബർത്ത്ഡേ മാവൻ. ഹാപ്പി ബർത്ത്ഡേ മാവൻ. ദൈവം നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും തന്ന് അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ച. മേ ഗോഡ് ബ്ലെസ് യു. Happy birthday, Mama. May God bless you. May God bless you. ഹാപ്പി ബർത്ത്ഡേ ജോയി അലിയ. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം ആയുസ്സും ആരോഗ്യവും തരട്ടെ. ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയി അളിയനെ എല്ലാ ആശംസകളും. ആശംസകളുടെ 1000 പൂച്ചെണ്ടുകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹായ്, ദിസ് ഇസ് സുനിൽ ജോൺ ഫാമിലി ഫ്രം അബുദാബി. 80th ബർത്ത്ഡേ ആഘോഷിക്കുന്ന മാവന് ഞങ്ങളുടെ എല്ലാവിധ ബ്ലെസ്സിങ് ആൻഡ് പ്രേയേഴ്സ്. വി മിസ് യു മാവ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ മേനൻ. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ച. ഹാപ്പി ബർത്ത്ഡേ അപ്പച്ച. ലവ് യു മിസ് യു. 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന ജോയിച്ചാന് ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. പിന്നെ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. എൺപതിന്റെ നിറവിൽ നിൽക്കുന്ന ജോയി അങ്കിളിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ദൈവം കൂടുതലായി കൃപയും അനുഗ്രഹവും ആയുസ്സും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേരുന്നു. On this special day, we celebrate the incredible blessing of your life. Your kindness, wisdom, and unwavering faith have been a source of inspiration to everyone around you. May this year bring you abundant joy, good health, and endless love. May the Lord continue to guide your path and fill your days with His grace and peace. As you mark another year, may you look back on the wonderful memories you've created and look forward to all the blessings yet to come. You are deeply loved and cherished. And today we honor the gift you are to all of us. Today we celebrate not just your 80th birthday, but the extraordinary journey of 29,200 days filled with faith, love, and God's abundant grace. Each of these days has been a precious gift, a testament to your unwavering devotion to the Lord and your love for those around you. Let us bow our heads in prayer, giving thanks for the life of our beloved Yohanan, who has reached this blessed milestone of 80 years in the abundant grace of our Lord. O Lord Almighty, we come before you with hearts full of gratitude for your faithful servant Yohanan. On behalf of the Punchakonam family, we lift up our prayers, asking you to grant him many more years of health, peace, and joy. In the name of the Father, the Son, and the Holy Spirit, now and forevermore. Amen.
Dear Papa, wishing you a very happy birthday. Hope you have a wonderful day today. 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന പപ്പയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. Happy 80th birthday all the way from Houston, Texas. ഹലോ അപ്പ, ഹാപ്പി 80th ബർത്ത്ഡേ. ജീവിതത്തിലെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ കടക്കുവാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനിയുള്ള നാളുകളിൽ വീണ്ടും അതേ ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും കുടുംബത്തോടൊപ്പം മുന്നോട്ട് ജീവിക്കാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ അച്ചായന് ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് ഗോഡ്. ഹാപ്പി ബർത്ത്ഡേ പപ്പ. തൽക്കാലം ഞാൻ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്കിൾ ഒരു ആശംസ പറഞ്ഞിട്ട് അങ്ങ് പോയേക്കാം. എന്റെ പാട്ട് കേട്ടാൽ നിങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോകും. അതുകൊണ്ട് പാടാനുള്ള കഴിവില്ല, ഓട്ടത്തിലെ പാടുള്ളൂ. എത്രയും പ്രിയ ജോയികളിന് 80ന്റെ നിറവിൽ നിൽക്കുന്ന അങ്കിളിന് ഒരാശംസ അർപ്പിക്കുക എന്നതിലുപരി ഞങ്ങളുടെ ചെറുപ്പകാലം മുതൽ ഞങ്ങളുടെ ഒരു മാതൃക അങ്കിളായിരുന്നു. അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 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 നമ്മൾക്ക് നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ്. ഞങ്ങളുടെ ചെറുപ്പകാലം ഞങ്ങൾ പോയി അവിടെ വീട്ടിൽ പോയി താമസിക്കുമ്പോൾ ഏറ്റവും കരുതൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള അങ്കിളിൽ നിന്നാണ്. എല്ലാ അങ്കിളുമാരും ഉണ്ട്, പക്ഷെ അവരൊക്കെ ഞങ്ങൾ ഏറ്റവും മൂത്ത അങ്കിളിന് ഞങ്ങൾ വളരെ പേടിയോടാണ്. സ്നേഹമുണ്ട്, പക്ഷേങ്കിൽ നമ്മൾ പേടിച്ചാണ്. അങ്കിളുടെ അടുത്ത് പോകുന്ന പറയുമ്പോൾ വളരെ പേടിയാണ്. ഇളയ അങ്കിളുടെ അടുത്ത് പോകുമ്പോഴും പേടിയാണ്. പക്ഷെ ജോലികളുടെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾക്ക് കൂടുതലുള്ള സന്തോഷവും ഒരു എന്താ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വളരെ ഒരു ഫ്രീ ആയിട്ട് ചെല്ലാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് സ്നേഹം, ആ കരുതൽ. പലപ്പോഴും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്കിൾ എവിടെ വെച്ച് കണ്ടാലും ആ ഏത് മക്കളെ കണ്ടാലും അങ്കിൾ അവരുടെ ആദ്യം നോക്കി അവരുടെ മുടി പ്രശ്നമുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ അവർ ഒരുങ്ങിയിരിക്കുന്നത് കുഴപ്പമുണ്ട്, അല്ലെ മോളെ ഇങ്ങനെ വേണം, അല്ലെ മോനെ ഇങ്ങനെ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്കിൾ ഓരോ ചെറിയ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് ഓരോ മക്കളെയും വളരെ കരുതലോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതേപോലെ ഉറക്കത്തിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി അനക്കം കേൾക്കാം. പുറത്ത് മാറി കിടക്കാൻ അനുഭവത്തിൽ പുതപ്പ് പിടിച്ചിടാൻ വന്നിരുന്ന അത്രയും മാത്രം കരുതലുള്ള ഒരു വ്യക്തിത്വമാണ് അങ്കിൾ. ആ അങ്കിളിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഞങ്ങൾ അനുഗ്രഹർക്ക് ഒരുപാട് അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതകാല സമയങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ വെക്കേഷൻ സമയത്ത് അവിടെ പോയി നിൽക്കാറുണ്ട്. ആ നിൽക്കുന്ന സമയത്ത് ഒത്തിരി സ്നേഹം അങ്കിളിൽ മാറ്റി എല്ലാവരിലും ലഭിച്ചു. എങ്കിലും സ്പെഷ്യലായിട്ട് അങ്കിളിൽ നിന്നുള്ള ആ ഒരു സ്നേഹം തന്നെ നമുക്ക് പേടിയില്ലാത്തൊരു സ്നേഹമായിരുന്നു. അതെല്ലാവരെയും ഇപ്പോഴെന്റെ അങ്കിളിന്റെ ഇളയ പെങ്ങളാണ് എന്റെ അമ്മ. ഇപ്പോഴും അങ്കിൾ വീട്ടിൽ വന്നാൽ മുട്ടയും പാലും അതും ഇതും എല്ലാം മാറ്റേണ്ടേ വരുള്ളൂ. ആ പെങ്ങളോടുള്ള സ്നേഹം. അതുപോലെ എല്ലാവരോടും അങ്കിളിനെ പറ്റി ആ സ്നേഹമല്ലാതെ അങ്കിൾ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. സ്നേഹത്തിന്റെ നിറകുണമാണ് 80 എന്നുള്ളത്. ദൈവം 100ലേക്ക് കടന്ന് അതിലപ്പുറത്തേക്ക് ആയുസ്സും ആരോഗ്യവും കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആന്റിയും അതേപോലെ തന്നെ അങ്കിളിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കുവാൻ വേണം ദൈവം കൂട്ടായി ചേർത്തു. ആന്റിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്കിളിനോട് ചേർന്ന് കൂടുതൽ ദീർഘായുസോടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, സഹോദരങ്ങൾക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ചേച്ചിയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എന്നെ ഇവിടെ ബഹറിലാക്കി തന്ന എന്റെ സഹോദരിക്ക് വളരെയേറെ സ്നേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. Chal
കരങ്ങൾ ചാർത്തുമ്പോ കരവീഴും ഒരു മൗനം ചാർത്തുമ്പോ പതുങ്ങിവരും മധുമാസം മഴമരുളും മലമാസം നിറങ്ങൾ പെയ്യുമ്പോ അനുപദം മണിമയമാ പൂമായമേ ഒരു രാഗവേദം താ കണവായി കണവായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമായമേ ഒരു രാഗവേദം താ സ്തുതി പാടിടും എന്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ And here you go, the mic is yours. ഞാൻ ജോയിന്റെ 4ാമത്തെ പെങ്ങളുടെ മോളാണ്. എൻ്റെ പേര് സുജ റോബി എന്നാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അങ്കിളാണ്. ഞങ്ങളുടെ എല്ലാ അങ്കിൾമാരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. എന്നാൽ ഞാൻ എപ്പോഴും ഓർക്കും 1995 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായതാണ്. എൻ്റെ ആക്സിഡന്റ് കഴിഞ്ഞ് എന്ന് എന്നെ ആദ്യം കാണുമ്പോൾ എൻ്റെ അങ്കിൾ എന്നോട് ആദ്യം ചോദിക്കുന്നു, മോളെ നിനക്ക് എങ്ങനെയുണ്ട്, നിന്റെ കൈക്ക് എങ്ങനെയുണ്ട്? ഞാൻ എന്നും പറയും, മറ്റാരും എന്നെ കുറിച്ച് അന്വേഷിക്കാറില്ല. എന്നാൽ എൻ്റെ അങ്കിൾ എപ്പോഴും എന്നെ കുറിച്ച് ഒരു എപ്പോഴും ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു. എനിക്ക് ആക്സിഡന്റ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയായിരിക്കും ആ ചിന്ത കാരണം എപ്പോഴും എന്നെ അങ്കിൾ എപ്പോൾ കണ്ടാലും അതുമായിട്ട് അവരോട് ചോദിക്കാറുണ്ട്. എല്ലാ രീതിയിലും ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അങ്കിളിന് 100 അതിൽ കൂടുതലും ആയുസ് ദൈവം നൽകട്ടെ പ്രാർത്ഥിക്കുന്നു. We love you too much.
Carol. Mani
किसी के चेहरे का रंग खिल गया, इधर हुआ आज कोई उसको मिल गया। किसी के चेहरे का रंग खिल गया, इधर हुआ आज कोई उसको मिल गया। कैसे मिल गया, कहाँ मिल गया, हमने तो ढूंढ लिया सारा ज़माना। हवा हवाए हवा कुछ बोल डाले, कहाँ तुली है तुली सुल्को पलाते। अब उसका पलाते, जरा उसको पलाते, मैं उससे मिलूंगा एक बार मिला दे, यार मिला दे, दिलदार मिला दे, यार मिला दे, दिलदार मिला दे। ये हवा भी उसकी जान काम कर गई, जाते जाते ये हंसी शाम कर गई। ये हवा भी उसकी जान काम कर गई, जाते जाते ये हंसी शाम कर गई। शाम कर गई तेरा नाम कर गई, आई तेरी चेहरे को अब न बुलाना। हवा हवा ये हवा कुछ बोल डाले, कहाँ तुली है तुली सुल्को पलाते। अब उसका पलाते, जरा उसको पलाते, मैं उससे मिलूंगा एक बार मिला दे, यार मिला दे, दिलदार मिला दे, यार मिला दे, दिलदार मिला दे। जिंदगी की तुमको साए कर गई, आज मेरे पास से वो उतर गई। जिंदगी की तुमको साए कर गई, आज मेरे पास से वो गुजर गई। उसने जो कहा तुमने भी सुना, ये बात और किसी को न बताना। हवा हवा ये हवा कुछ बताते, कहाँ तुली है तुली सुल्को पलाते। अब उसका पलाते, जरा उसको पलाते, मैं उससे मिलूंगा एक बार मिला दे, यार मिला दे, दिलदार मिला दे, यार मिला दे, दिलदार मिला दे। എൻ്റെയും കൊച്ചുമക്കളുടെയും പിറന്നാൾ ആഘോഷങ്ങളിൽ നേരിട്ട് വന്ന് സംബന്ധിക്കുകയും ഓൺലൈൻ വഴിയായും ആശംസകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിച്ചോളൂ.